ഇന്ത്യൻ സമയം പുലർച്ചെ 4:30 ലോകം കിടുകിടാ വിറക്കുകയും കുലുങ്ങുകയുമായിരുന്നു. ഭ്രാന്തനായി മാറിയ അമേരിക്കൻ പ്രസിഡന്റ് സമാധാനം ഞാൻ ഈ ലോകത്ത് വിതയ്ക്കുമെന്ന് പറഞ്ഞ് അധികാര കസേരയിൽ കയറിയ ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങൾ തകർന്ന് തരിപ്പണമാക്കിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ ലോകരാജ്യങ്ങളിലെ മുഴുവൻ കണ്ണുകളും ഇറാനിലേക്കാണ്. കാരണം ഇറാന്റെ തന്ത്രപ്രധാനമായ ഫോർദോ, നതാൻസ്, ഇസ്ഫഹാൻ എന്നീ ആണവ നിലയങ്ങൾക്ക് നേരെയാണ് അമേരിക്ക ബോംബർ വിമാനങ്ങൾ ആക്രമണം നടത്തിയത്. ഇവിടെ സമാധാനം അല്ലെങ്കിൽ ദുരന്തം, ഇനിയും ലക്ഷ്യങ്ങളേറെ ബാക്കിയുണ്ട് എന്നാണ് ഇസ്രായേലിനോടൊപ്പം ചേർന്നുകൊണ്ട് ട്രംപ് ആഹ്വാനം ചെയ്യുന്നത്. പക്ഷേ പസഫിക്കിൽ കാത്തുകെട്ടിക്കിടന്നു ഇറാന്റെ ആണവ ശേഖരത്തെ ഇല്ലാതാക്കിയ ബോംബർ വിമാനങ്ങൾ തങ്ങളുടെ മണ്ണിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആയതുള്ള ഖൊമേനി അടങ്ങിയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ അതീവ സുരക്ഷയുടെ നടുവിലേക്ക് സ്വയം മാറിയിരിക്കുകയാണ്. അമേരിക്ക നേരിട്ട് യുദ്ധത്തിൽ ഇടപെട്ട സ്ഥിതിക്ക് 2-1 സംഭവിക്കുമെന്ന് ഇസ്രായേലിന് നല്ല ബോധ്യമുണ്ട്. ഇറാന് സപ്പോർട്ടുമായി ഹൂതികൾ കൂടി രംഗത്തെത്തുമ്പോൾ അറബ് രാജ്യങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് കൂടി ഇനി വരും മണിക്കൂറിൽ നോക്കിക്കാണേണ്ടതാണ്. നദാൻസും ഫൊർദോയും ഇസ്ഫഹാനും ഉൾപ്പെടെ ഇറാനിലെ 3 പ്രധാന ആണവ നിലയങ്ങൾ വിജയകരമായി ആക്രമിച്ചു. എല്ലാ വിമാനങ്ങളും ഇറാന്റെ വ്യോമപാതയിൽ നിന്നും പുറത്തു കടന്നു. വിമാനത്തിലെ മുഴുവൻ പേലോഡുകളും ഫോർദോയിൽ പ്രയോഗിച്ചു. എല്ലാ വിമാനങ്ങളും സുരക്ഷിതമായി തിരിച്ചെത്തി. അമേരിക്കയുടെ വീര സൈനികർക്ക് അഭിനന്ദനങ്ങൾ. ലോകത്ത് ഒരു സൈന്യത്തിനും ഇത് ചെയ്യാൻ കഴിയില്ല. ഇനി ഇത് സമാധാനത്തിന്റെ സമയമാണ്. ഈ വിഷയത്തിൽ ശ്രദ്ധ ചെലുത്തിയതിന് നന്ദി എന്ന് ട്രംപ് എക്സിൽ കുറിച്ചതോടെയാണ് അമേരിക്കയുടെ ഇടപെടൽ ലോകമറിഞ്ഞത്. ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ നിർണായക നീക്കവുമായി ഇറാൻ പരമോന്നത നേതാവ് ആയതുള്ള അലി ഖൊമേനിയും രംഗത്തെത്തുന്നുണ്ട്. തന്റെ പിൻഗാമികളുടെ ഒരു വലിയ പട്ടികയാണ് ഖൊമേനി മുന്നോട്ട് വെച്ചതായി പറയപ്പെടുന്നത്. ഇസ്രായേൽ US മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ച വാർത്തയും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാനിലെ സൈനിക ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരങ്ങളിലാണ് പിൻഗാമി സാധ്യതാ പട്ടിക പുറത്തായത് എന്ന വിവരം. ഇസ്രായേലിന്റെ ആക്രമണ സാധ്യത കണക്കിലെടുത്ത് ഖൊമേനി നിലവിൽ സുരക്ഷിത കേന്ദ്രങ്ങളിലാണ് എന്ന സൂചന ലഭിക്കുമ്പോഴാണ് ഈ നീണ്ട നിരയുടെ പട്ടിക. ഇവിടെ നിന്നാണ് പിൻഗാമി സാധ്യത പട്ടിക ഖൊമേനി മുന്നോട്ട് വെച്ചത് എന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ഇറാനിലെ 3 മുതിർന്ന പുരോഹിതരെയാണ് ഖൊമേനി നിർദ്ദേശിക്കുന്നത് എന്നും വിവരമുണ്ട്. ഖൊമേനിയുടെ 2ാമത്തെ മകൻ മൊജ്തബ ഖൊമേനിയെ പിൻഗാമിയായി പ്രഖ്യാപിക്കുമെന്ന് ചില വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ മകനെ പിൻഗാമിയായി ഖൊമേനി പരിഗണിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതുകൂടാതെ യുദ്ധത്തിൽ നിലവിലെ സൈനിക നേതൃത്വത്തിന് ജീവൻ നഷ്ടപ്പെടുകയാണ് എങ്കിൽ ഉടൻ തന്നെ പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുക്കാൻ സഹായിക്കും വിധം ഉദ്യോഗസ്ഥരുടെ പേരുകളും അദ്ദേഹം നിർദ്ദേശിച്ചതായും റിപ്പോർട്ടിലുണ്ട്. ഇറാനിൽ പുതിയ ആത്മീയ നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് മാസങ്ങൾ നീണ്ട പ്രക്രിയയിലൂടെയാണ്. എന്നാൽ തന്നെ ഇസ്രായേലോ US ആക്രമണത്തിലൂടെ ഇല്ലാതാക്കുകയാണ് എങ്കിൽ ഉടനെ തന്നെ പുതിയ ആത്മീയ നേതാവിനെ തിരഞ്ഞെടുക്കണമെന്നാണ് ഖൊമേനി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഖൊമേനി എവിടെയാണ് ഉള്ളതെന്ന് തനിക്ക് അറിയാമെന്നും എത്രയും പെട്ടെന്ന് കീഴടങ്ങണമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ദിവസങ്ങൾക്ക് മുൻപിൽ ഭീഷണി മുഴക്കിയിരുന്നു. എന്നാൽ കീഴടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന മറുപടിയായിരുന്നു ഖൊമേനി നൽകിയത്. അതീവ സുരക്ഷാ കേന്ദ്രത്തിലുള്ള ഖൊമേനിക്കൊപ്പം അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ ആളുകൾ മാത്രമാണ് ഉള്ളതെന്നാണ് വിവരം. ഫോൺ അടക്കമുള്ള ഇലക്ട്രോണിക് ആശയവിനിമയ സംവിധാനങ്ങൾ ഖൊമേനിയോ അദ്ദേഹത്തിനൊപ്പമുള്ളവരോ ഉപയോഗിക്കുന്നില്ല എന്നും റിപ്പോർട്ടുണ്ട്. ആ ഖൊമേനിയെയും വകവരുത്തുമെന്ന് അമേരിക്ക പറയുമ്പോൾ സമാധാനം അല്ലെങ്കിൽ ദുരന്തം, ഇതിലേത് ഇറാൻ തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്.